ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി അട്ടിപ്പത്തിരിയാണ്. അട്ടിപ്പത്തിരി തന്നെ സ്വീറ്റ് അട്ടിപ്പത്തിരി ഉണ്ട്, അതുപോലെ തന്നെ സ്പൈസി അട്ടിപ്പത്തിരി ഉണ്ട്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 4 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കന് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇത് കുക്കറിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഇങ്ങനെ കൈ കൊണ്ട് ഒന്നല്ലെങ്കിൽ പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് കണ്ടത് ചിക്കൻ വേവിച്ച വെള്ളം ബാലൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നമ്മൾ മൈദപ്പൊടി ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ ഒരു രൂപത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് പാകാക്കി എടുക്കണം. ഈ അട്ടിപ്പത്തിരിയിലേക്ക് ലെയറാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അതേപോലെ ദോശമാവ് പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു 5-8 വെച്ചിട്ട് അങ്ങനെ നമുക്ക് ലെയറാക്കിയെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് ദോശമാവിൻ്റെ പോലെ കലക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഇത് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരറ്റ ഇങ്ങനെ പൊന്തി വരും. അപ്പം നമുക്ക് അതെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം.
കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മളിപ്പോൾ ഈ അട്ടിപ്പത്തിരി സെറ്റാക്കി എടുക്കുന്നത് നമ്മളെ ഈ ദോശയുടെ അത്രയും വലുപ്പത്തിലുള്ള ഒരു പാൻ ആയിരിക്കണം കേട്ടോ. എന്നാലും നമുക്കിതിങ്ങനെ അട്ടിയിട്ടിട്ട് ലെയറാക്കി നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക. ടീസ്പൂൺ ആണെങ്കിൽ ഒരു 8 ടീസ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഒരു നുള്ളുപ്പ്. ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഈ പാത്രത്തിലാണ് അട്ടിപ്പത്തിരി സെറ്റാക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് ചുറ്റിച്ചെടുക്കണേ. അപ്പം ഇനി ഇത് സെറ്റ് ചെയ്യണതൊന്ന് കണ്ടോളൂ കേട്ടോ. നല്ല എളുപ്പമാണ്. നമ്മൾ ഈ പത്തിരി ഓരോ പ്രാവശ്യവും ഈ മിക്സിൽ മുക്കിയെടുക്കുക. എന്നിട്ട് അതിന് മേലെയായിട്ട് അങ്ങനെ മസാല ഇട്ട് കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുക. അങ്ങനെ ഒരു 8 ലെയറൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെയായിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിന് മീതെയായിട്ട് 3ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. ബാലൻസ് വരുന്ന മിക്സ് ലാസ്റ്റ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടിയിൽ ഇതുപോലെ ചെറിയൊരു പഴയ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മീതെയായിട്ട് നമ്മുടെ അട്ടിപ്പത്തിരിയുടെ പാന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 30 മിനിറ്റ്, ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇറാനിപ്പോളൊക്കെ ചെയ്ത പോലെ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് ആ മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് ആ ഭാഗം ഇതിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.